ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ആക്ടിവേഷൻ വീഡിയോയുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പാണ് ഇടത് സൈഡിൽ കാണുന്ന 9 ഡോട്ടിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്യുമ്പോൾ നേരത്തെ വന്നതുപോലെ തന്നെ ഡാഷ്ബോർഡ്, മൈ അക്കൗണ്ട് തുടങ്ങിയ ഡീറ്റെയിൽസ് വന്നു. അവിടെ നമ്മൾ നേരത്തെ ടച്ച് ചെയ്തത് RGP വാലറ്റാണ്. അതേ RGP വാലറ്റിനകത്ത് നമ്മൾ വീണ്ടും ടച്ച് ചെയ്യണം. RGP വാലറ്റിനകത്ത് നമ്മൾ വീണ്ടും ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ആഡ് ഫണ്ട്, അതാണ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളത്. ഇനി ആ നേരത്തെ കൊടുത്തതിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ആഡ് ഫണ്ട് ഹിസ്റ്ററി ടച്ച് ചെയ്തു, ഓപ്പണായി വന്നു. താഴത്ത് ഇങ്ങനെ ഹിസ്റ്ററിയിൽ കാണുന്നുണ്ട്, ഇവിടെ 149 കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന UPI നമ്പർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുക. നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന UPI നമ്പറിൻ്റെ അവസാനത്തെ നമ്പർ 1238 ആണ്. അപ്പോൾ UPI നമ്പർ കറക്റ്റാണ്, 1238. ഇനി അതിൻ്റെ വ്യൂ എടുത്ത് നോക്കാം. അതിൻ്റെ വ്യൂ അപ്രൂവ്ഡാണ്. അപ്പോൾ അത് അപ്രൂവ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എന്ത് ചെയ്യാം, ആക്ടിവേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കോട്ട് പോവാം, അങ്ങോട്ട് തന്നെ പോവാം. ഇനി അതിൻ്റെ തൊട്ട് താഴെ RGP വാലറ്റിൻ്റെ തൊട്ട് താഴെ RGP ആക്ടിവേഷൻ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ RGP ആക്ടിവേഷൻ എന്നുള്ളത് നമ്മൾ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്തു. ഇനി RGP ആക്ടിവേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. RGP ആക്ടിവേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ 149 എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. ഇനി ഇവിടെ യൂസർ ID, ആരുടെ ID ആണോ നമ്മൾ ആക്ടിവേഷൻ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ ID ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അയാളുടെ ID ആണ് നമുക്കിവിടെ ആക്ടിവേഷൻ ആക്കേണ്ടത്. ഓക്കെ, നമുക്ക് ID ഒന്ന് പോയിട്ട് എടുത്തിട്ട് വരാം. പോയിട്ട് ID എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ID കോപ്പി തന്നിട്ടുണ്ട്. ആ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്തെടുക്കണം. പേസ്റ്റ് ചെയ്തു. സോറി, അത് ബാക്കായി പോയി. ഒന്നും കൂടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒന്ന് ബാക്ക് അടിക്കുക. ഒരു 2 നമ്പർ 42 എന്നുള്ള 2 നമ്പറൊന്ന് ബാക്ക് അടിക്കുക. ഇത് രണ്ടാമത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, 42. അപ്പോൾ കറക്റ്റായിട്ട് പേര് വന്നതാണ്, ഷിഹാബുദ്ദീൻ AM. ഒരു സീനിയർ ലീഡറാണ്, നല്ലൊരു ഗ്രേറ്റ് ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ പേര് വന്നു. ഇനി ഇവിടെ നമ്മൾ പാക്കേജ്, സെലക്ട് പാക്കേജ് എന്നുള്ളത് ഇവിടെ നമ്മൾ 149 പാക്കേജാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്തു. ഇനി ആക്ടിവേറ്റ് ന്യൂ കൊടുക്കണം. എന്താ സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഇപ്പോൾ ID ആക്ടിവേഷനായി. ഇതാണ് ഞാനിപ്പോൾ 3 വീഡിയോയിലൂടെ കൃത്യമായിട്ട് ഒരു ID ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ആഡ് ഫണ്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, അത് ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് 3 വീഡിയോകളിലായിട്ട് കാണിച്ചു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പബ്ലിക്കിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.